നമസ്കാരം. പ്രധാന വാർത്തകൾ. ഭരണഘടനാ അവകാശങ്ങൾക്ക് നേരെയുള്ള വെല്ലുവിളികൾ അംഗീകരിക്കാനാകില്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. മതേതര സോഷ്യലിസ്റ്റ് മൂല്യങ്ങൾ തകർക്കാനുള്ള നീക്കത്തിനെതിരെ സമൂഹം ജാഗ്രത പാലിക്കണമെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. രാഷ്ട്രം 77ാം റിപ്പബ്ലിക് ദിനാഘോഷ നിറവിൽ നാടെങ്ങും വിപുലമായ പരിപാടികൾ. ഷൊർണൂർ കുളപ്പുള്ളിയിലെ ഗാന്ധി സ്ക്വയർ നാടിന് സമർപ്പിച്ചു. റേഷൻ കട നടത്തിപ്പുകാർക്ക് അമിതഭാരം അടിച്ചേൽപ്പിക്കുകയും അടിസ്ഥാന വേതനം വർദ്ധിപ്പിക്കാതിരിക്കുകയും ചെയ്യുന്നത് അനീതിയാണെന്ന് വി കെ ശ്രീകണ്ഠൻ MP. കേരളത്തിൽ എല്ലാ മേഖലകളിലും സർക്കാർ വിരുദ്ധ സമീപനം പ്രകടം. പാലക്കാട്ട് കേരള സ്റ്റേറ്റ് റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം. പത്തിരിപ്പാല ടൗണിൽ സിഗ്നൽ ലൈറ്റുകൾ മെഴി തുറന്നു. യാഥാർത്ഥ്യമായത് യാത്രക്കാരുടെയും നാട്ടുകാരുടെയും ദീർഘകാലമായുള്ള ആവശ്യം. പുതിയ സിഗ്നൽ സംവിധാനം ടൗണിലെ രൂക്ഷമായ ഗതാഗത പ്രതിസന്ധിക്ക് പരിഹാരമാകുമെന്ന് പ്രതീക്ഷ. കേരള സംഗീത നാടക അക്കാദമിയുടെ 16ാമത് ഇൻഫോക് അന്താരാഷ്ട്ര നാടകോത്സവത്തിന് തൃശൂരിൽ തിരിതെളിഞ്ഞു. നാടകോത്സവം വിവിധ വൻകരകളിലെ കലയും ജീവിതവും സംസ്കാരവും അടുത്തറിയാനുള്ള വേദി. ഫെബ്രുവരി 1 വരെ 7 വേദികളിലായി അരങ്ങിലെത്തുക 23 ദേശീയ അന്തർദേശീയ നാടകങ്ങൾ. ആദ്യം അരങ്ങിലെത്തിയത് ഡെൻമാർക്കിലെ അസ്റ്റീരിയൻസ് ഹസ് തിയേറ്ററുടെ റോമിയോ ആൻഡ് ജൂലിയറ്റ്. ഒരു നാടിന്റെ ഏറ്റവും വലിയ സമ്പത്താണ് കലാസമിതികളും ഗ്രന്ഥശാലകളുമെന്ന് ഡോക്ടർ RLV രാമകൃഷ്ണൻ. കലയ്ക്ക് ജാതിമത ലിംഗഭേദങ്ങളില്ല. കലാരംഗത്ത് ചരിത്ര മുഹൂർത്തങ്ങൾ സൃഷ്ടിക്കുന്ന കേരള കലാമണ്ഡലത്തിന്റെ ഭാഗമായി മാറിയതിൽ അഭിമാനമുണ്ടെന്നും RLV രാമകൃഷ്ണൻ. നാട് തൈപ്പൂയ ആഘോഷത്തിന്റെ ഒരുക്കത്തിൽ. ഷൊർണൂർ പരുത്തിപ്രയിൽ വിപുലമായ പരിപാടികളുമായി സുബ്രഹ്മണ്യ സേവാസംഘം. സേവാസംഘത്തിന്റെ പ്രസാദ ഊട്ടിൽ പങ്കെടുത്തത് നൂറുകണക്കിന് ഭക്തർ. തൈപ്പൂയം ഫെബ്രുവരി 1. വാർത്തകൾ വിശദമായി. രാഷ്ട്രം 77ാം റിപ്പബ്ലിക് ദിനാഘോഷ നിറവിൽ. 1950 ജനുവരി 26 രാഷ്ട്രം പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കായി മാറിയതിന്റെ ആവേശസ്മരണകളാണ് എങ്ങും അലയടിച്ചത്. രാജ്യ തലസ്ഥാനത്തും സംസ്ഥാന തലസ്ഥാനത്തും ജില്ലാ താലൂക്ക് ആസ്ഥാനങ്ങളിലും ഉൾപ്പെടെ വിവിധ കേന്ദ്രങ്ങളിൽ വർണ്ണാഭമായ റിപ്പബ്ലിക് ദിന പരേഡുകൾ നടന്നു. ഭരണഘടനാ അവകാശങ്ങൾക്ക് നേരെയുള്ള വെല്ലുവിളികൾ അംഗീകരിക്കാനാകില്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. തൃശൂർ തേക്കിൻകാട് മൈതാനിയിലെ വിദ്യാർത്ഥി കോർണറിൽ ജില്ലാതല റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിൽ ദേശീയ പതാക ഉയർത്തിയ ശേഷം അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റിയതിൽ രാഷ്ട്രീയം കാണാതിരിക്കാനാകില്ലെന്ന് മന്ത്രി കെ രാജൻ ചൂണ്ടിക്കാട്ടി. ഗാന്ധിയുടെ നാമം വെട്ടിമാറ്റുന്ന ഒരു പദ്ധതിയും അംഗീകരിക്കാനാകില്ല. ഇത്തരം നീക്കങ്ങൾ ഇന്ത്യയുടെ ജനാധിപത്യത്തിന് ഭൂഷണമല്ലെന്നും മന്ത്രി പറഞ്ഞു. മതത്തിനും ജാതിക്കും വർഗീയ നിലപാടുകൾക്കും അതീതമായ മതനിരപേക്ഷ മനസ്സാണ് ഇന്ത്യയുടെ സൗന്ദര്യം. എന്നാൽ ആ മനസ്സിനെ മുറിപ്പെടുത്തുന്ന ശ്രമങ്ങൾ അടിക്കടി രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു വരുന്നു. ഉത്സവങ്ങളിലും ആഘോഷങ്ങളിലുമെല്ലാം മതപരവും ജാതീയവുമായ വിഷം കലർത്താൻ മനുഷ്യരെ തമ്മിൽ അകറ്റുന്ന ഭിന്നിപ്പിന്റെ രാഷ്ട്രീയ വൈകൃതത്തെ മതനിരപേക്ഷ മനസ്സുകളുടെ ഒന്നിപ്പിന്റെ ശക്തി കൊണ്ട് നമുക്ക് ചെറുക്കാൻ കഴിയണം. കേരളീയർ എന്ന നിലയിൽ നമുക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും, കഴിഞ്ഞ ഒരു ദശകത്തിനിടെ കേരളത്തിൽ ഏതെങ്കിലും പ്രദേശത്ത് ഒരു വർഗീയ ലഹള പോലും ഉണ്ടായിട്ടില്ല, ഉണ്ടാകാൻ നാം അനുവദിച്ചിട്ടുമില്ല. അതാണ് നമ്മുടെ മതനിരപേക്ഷ നിലപാട്. പോലീസ്, എക്സൈസ്, വനം വകുപ്പ്, ഫയർഫോഴ്സ് സേനാ വിഭാഗങ്ങളും NCC, SPC, സ്കൗട്ട് ആൻഡ് ഗൈഡ് വിഭാഗങ്ങളും റിപ്പബ്ലിക് ദിന പരേഡിൽ അണിനിരന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഭരണഘടന വിഭാവനം ചെയ്യുന്ന മതേതര സോഷ്യലിസ്റ്റ് മൂല്യങ്ങൾ സംരക്ഷിക്കാൻ സമൂഹം ജാഗ്രത കാണിക്കണമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. പാലക്കാട്ട് ജില്ലാതല റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിൽ ദേശീയ പതാക ഉയർത്തി സല്യൂട്ട് സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നാടിനെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ശക്തികൾക്കെതിരെ പോരാടാൻ ഓരോ വ്യക്തിയും തയ്യാറാകണമെന്നും മന്ത്രി പറഞ്ഞു. ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്ന് സോഷ്യലിസം, മതേതരത്വം എന്നീ പദങ്ങൾ നീക്കം ചെയ്യണമെന്ന വാദങ്ങൾ ജനാധിപത്യത്തിൻ്റെ അടിത്തറ ഇളക്കുന്നതാണ്.
ഒരു സോഷ്യലിസ്റ്റ് സമൂഹത്തെ വാർത്തെടുക്കുകയെന്ന ഭരണഘടനയുടെ ലക്ഷ്യം സാധ്യമാക്കാൻ ഓരോരുത്തരും പ്രവർത്തിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്നും സോഷ്യലിസം, മതേതരത്വം എന്ന വാക്കുകൾ നീക്കം ചെയ്യണമെന്ന വാദങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരിൽ നിന്ന് പോലും ഉയരുന്നത് ജനാധിപത്യത്തിൻ്റെ അടിത്തറ ഇളക്കുന്നവയാണ്. ഇത്തരം നീക്കങ്ങൾക്കെതിരായി അത്യന്തം ജാഗ്രത പുലർത്തേണ്ട ഘട്ടമാണിത്. ഡോക്ടർ രാം മനോഹർ ലോഹ്യ വിഭാവനം ചെയ്ത സപ്തക്രാന്തി അഥവാ 7 വിപ്ലവങ്ങൾ ഇന്നും പ്രസക്തമാണ്. ജാതി മത വിവേചനങ്ങൾക്കെതിരായും സാമ്പത്തിക അസമത്വങ്ങൾക്കെതിരായും അദ്ദേഹം ഉയർത്തിയ പ്രഭാഷണത്തിന് ശേഷം മന്ത്രി പരേഡിൻ്റെ അഭിവാദ്യം സ്വീകരിച്ചു. IPS ഉദ്യോഗസ്ഥ ആശാ ശർമ്മ പരേഡ് നയിച്ചു. റിസർവ് പോലീസ് സബ് ഇൻസ്പെക്ടർ K. ജയൻ സെക്കൻഡ് ഇൻ കമാൻഡറായി. KAP 2ാം ബറ്റാലിയൻ, പ്രാദേശിക പോലീസ്, എക്സൈസ്, വനിതാ പോലീസ്, വനം വകുപ്പ്, ഫയർഫോഴ്സ്, സിവിൽ ഡിഫൻസ്, ഹോം ഗാർഡ്, SPC, സ്കൗട്ട് ആൻഡ് ഗൈഡ്, ജൂനിയർ റെഡ് ക്രോസ് തുടങ്ങിയ വിഭാഗങ്ങളിലായി 24 പ്ലാറ്റൂണുകൾ പരേഡിൽ അണിനിരന്നു. ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി, ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ എന്നിവരും പരേഡിനെ അഭിവാദ്യം ചെയ്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി ഷൊർണൂർ നഗരസഭയിൽ ചെയർപേഴ്സൺ P. നിർമ്മല ദേശീയ പതാക ഉയർത്തി റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി. ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി ഷൊർണൂർ നഗരസഭയിൽ രാവിലെ 9 മണിയോടുകൂടി നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് P. നിർമ്മല ദേശീയ പതാക ഉയർത്തി റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി. ആയിരത്തി 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചുവെങ്കിലും ഇന്ത്യക്ക് തനതായ ഒരു ഭരണഘടന ഉണ്ടായിരുന്നില്ല. 1950 ജനുവരി 26-നാണ് ഇന്ത്യക്ക് ഒരു ഭരണഘടന എഴുതപ്പെട്ടത്. എഴുതപ്പെട്ട ഭരണഘടനകളിൽ വെച്ച് ഏറ്റവും വലുതും ബൃഹത്തുമാണ് നമ്മുടെ ഭരണഘടന. നാനാത്വത്തിൽ ഏകത്വം എന്നതാണ് നമ്മുടെ ഇന്ത്യയുടെ സംസ്കാരത്തിൻ്റെ ഒരു പ്രത്യേകത. ഇന്ത്യ ഒരു ജനാധിപത്യ സോഷ്യലിസ്റ്റ് മതേതര റിപ്പബ്ലിക്കാണ്. നമ്മുടെ ഭരണഘടനയിൽ നമുക്ക് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആൻഡ് റൈറ്റ്സ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ അത് പറയുന്നത് റൈറ്റ്സിനെ കുറിച്ച് മാത്രമാണ് എപ്പോഴും നമുക്ക് അവകാശമുള്ളൂ. നഗരസഭാ വൈസ് ചെയർമാൻ VK അനുരാജ് ഉൾപ്പെടെയുള്ള കൗൺസിലർമാർ, HI വിനോദ്, മറ്റു ഉദ്യോഗസ്ഥർ, ജീവനക്കാർ, വിവിധ മേഖലകളിലെ തൊഴിലാളികൾ, വിദ്യാർത്ഥിനികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കുളപ്പള്ളിയിൽ നിർമ്മിച്ച ഗാന്ധി സ്ക്വയർ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. റിപ്പബ്ലിക് ദിനത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ P. നിർമ്മല ഗാന്ധി പ്രതിമ അനാച്ഛാദനം ചെയ്തു. നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പിന്റെ ഗാന്ധി സ്ക്വയർ നിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി കുളപ്പള്ളിയിൽ നിർമ്മിച്ച ഗാന്ധി സ്ക്വയർ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. റിപ്പബ്ലിക് ദിനത്തിൽ രാവിലെ ഷൊർണൂർ നഗരസഭാ അധ്യക്ഷ അഡ്വക്കേറ്റ് P. നിർമ്മല പ്രതിമ അനാച്ഛാദനം ചെയ്തു. അടിമത്തത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് വേണ്ടി, അർത്ഥവർഗക്കാരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ശേഷം ഇന്ത്യയിൽ വന്ന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. ഗാന്ധിജി എന്നത് ഒരു വ്യക്തിയല്ല, അതൊരു മനോഭാവമാണ്. സത്യത്തിനു വേണ്ടിയും സാഹോദര്യത്തിനു വേണ്ടിയും അഹിംസയിലൂടെ പ്രവർത്തിക്കുക, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അഹിംസ എന്നതിലൂടെ പ്രവർത്തിക്കുക എന്നൊരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഗാന്ധിജി മുന്നേറിക്കൊണ്ടിരുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിലുള്ള ഈ അരാജകത്വം നിലനിൽക്കുന്ന അല്ലെങ്കിൽ ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ മറ്റുള്ള രാജ്യങ്ങളെ കീഴ്പ്പെടുത്തുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ഷൊർണൂർ നഗരസഭയ്ക്ക് വേണ്ടി നെഹ്റു കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിലുള്ള PK ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസാണ് ഗാന്ധി പ്രതിമ നിർമ്മിച്ചു നൽകിയത്. ചേരാസ് രവിദാസാണ് പ്രതിമയുടെ ശില്പി. ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചനയും നടത്തി. നഗരസഭാ കൗൺസിലർമാരായ സിനി മനോജ്, ഗീത, സതീഷ്, മുൻ വൈസ് ചെയർമാൻ R. സുനു, കൃഷ്ണദാസ്, സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ഒരു സന്ദേശമായി ഷൊർണൂർ മുഴുവൻ പടരട്ടെയെന്ന് ചടങ്ങിൽ നന്ദി പ്രകാശിപ്പിച്ച അഡ്വക്കേറ്റ് കൃഷ്ണകുമാർ പറഞ്ഞു. ഇവിടെ കൂടിയിരിക്കുന്ന പ്രത്യേകിച്ച് മുനിസിപ്പൽ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് നിർമ്മല മാഡത്തിന് അതിനായി നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ കൗൺസിലേഴ്സിന് നന്ദി രേഖപ്പെടുത്തുന്നു. PK ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് മെഡിക്കൽ സയൻസിൻ്റെ മറ്റു ആളുകൾക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടുത്തെ പൗരപ്രമുഖർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പ്രദേശത്തെ എല്ലാ സ്നേഹം നിറഞ്ഞ ആളുകൾക്കും ഈ വേളയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇതൊരു സന്ദേശമായി ഷൊർണൂർ മുഴുവൻ പടരട്ടെ.
അനാച്ഛാദന ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു. ന്യൂസ് സെന്റർ ഷൊർണൂർ. റിപ്പബ്ലിക് ദിനത്തിൽ റെയിൽവേ സ്റ്റേഷനുകളിൽ ഒരുക്കിയത് കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ. ഷൊർണൂരിൽ റെയിൽവേ പോലീസും RPFും അതീവ ജാഗ്രതയിലായിരുന്നു. അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്നലെ മുതൽക്ക് തന്നെ റെയിൽവേ സ്റ്റേഷനുകളിൽ റെയിൽവേ പോലീസും RPFും അതീവ ജാഗ്രതയിലായിരുന്നു. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലും സേന ജാഗ്രത പുലർത്തി. പരിശോധനകൾ ശക്തമാക്കി. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് സ്റ്റേഷൻ പരിസരം, ഭാരതപ്പുഴ ബ്രിഡ്ജ്, റെയിൽവേ യാർഡ്, മറ്റനുബന്ധ സ്ഥലങ്ങൾ എന്നിവിടങ്ങളിലും പ്രത്യേക പരിശോധനകൾ നടന്നു. ആഘോഷത്തിന്റെ ഭാഗമായി റെയിൽവേ സ്റ്റേഷൻ ദീപാലങ്കൃതമാക്കിയിരുന്നു. ന്യൂസ് സെന്റർ ഷൊർണൂർ. തെരുവുനായ ശല്യത്തിൽ വലഞ്ഞ് കോട്ടായി പുളിനെല്ലി പ്രദേശം. മുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന 5 വയസ്സുകാരനെ തെരുവുനായ ആക്രമിച്ചു. കടിയേറ്റ കുഞ്ഞ് ചികിത്സയിലാണ്. പുളിയങ്കാട് ഭാഗത്ത് മറ്റ് 4 പേർക്കും തെരുവുനായയുടെ കടിയേറ്റിട്ടുണ്ട്. റേഷൻ ഷോപ്പ് നടത്തിപ്പുകാർക്ക് അമിതഭാരം അടിച്ചേൽപ്പിക്കുകയും അടിസ്ഥാന വേതനം വർദ്ധിപ്പിക്കാതിരിക്കുകയും ചെയ്യുന്നത് അനീതിയാണെന്ന് VK ശ്രീകണ്ഠൻ MP. കേരള സ്റ്റേറ്റ് റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MP. അനീതിക്കെതിരെ സമരപ്രഖ്യാപനം നടത്തിയാൽ ചർച്ച നടത്തുകയും ചർച്ച പ്രഹസനമാക്കുകയും ചെയ്യുകയാണ് സർക്കാരെന്നും VK ശ്രീകണ്ഠൻ MP ആരോപിച്ചു. കേരളത്തിലെ എല്ലാ മേഖലയിലും സർക്കാർ വിരുദ്ധ സമീപനം പ്രകടമാണ്. തുച്ഛമായ വേതനം മാത്രമുള്ളവരും അസംഘടിതരുമായ വിഭാഗത്തെ സർക്കാർ നിരന്തരം അവഗണിക്കുകയാണ്. അവകാശം ചോദിച്ചാൽ കേന്ദ്രം തന്നില്ലെന്ന ന്യായവുമായാണ് സർക്കാർ 9 വർഷവും പ്രവർത്തിച്ചത്. സപ്ലൈകോയിലും ബെവ്കോയിലും വരെ ഭരണകക്ഷി യൂണിയനുകൾ സമരത്തിലാണ്. ഇതുതന്നെയാണ് സർക്കാരിൻ്റെ തൊഴിലാളി വിരുദ്ധതയ്ക്കുള്ള തെളിവെന്നും VK ശ്രീകണ്ഠൻ പറഞ്ഞു. UDF അധികാരത്തിൽ വന്നാൽ അടിസ്ഥാന മേഖലകൾക്ക് ആശ്വാസം പകരുന്ന നടപടികളുണ്ടാകുമെന്നും MP കൂട്ടിച്ചേർത്തു. KSRRDA ജില്ലാ പ്രസിഡന്റ് V അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി ശിവദാസ് വേലിക്കാട്, സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കാടാമ്പുഴ മൂസ ഹാജി, ജനറൽ സെക്രട്ടറി KB ബിജു, നൌഷാദ് എറണാകുളം, നിഹാൽ കണ്ണാടി, K ബിജു, ശിവദാസൻ, രാധാകൃഷ്ണൻ, റഷീദ്, സുന്ദരൻ, ദയാനന്ദൻ, മനോജ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച റേഷൻ വ്യാപാരികളെയും റേഷൻ വ്യാപാരികളുടെ മക്കളായ കലോത്സവ പ്രതിഭകളെയും ചടങ്ങിൽ MP അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പത്തിരിപ്പാല ടൗണിൽ ദീർഘകാലത്തെ കാത്തിരിപ്പിനൊടുവിൽ സിഗ്നൽ സംവിധാനം ഒരുങ്ങി. അഡ്വക്കേറ്റ് K ശാന്തകുമാരി MLA ഉദ്ഘാടനം നിർവഹിച്ചു. യാത്രക്കാരുടെ ചിരകാല ആവശ്യമാണ് യാഥാർത്ഥ്യമായത്. ഇവിടുത്തെ നിവാസികളുടെ ദീർഘകാലമായിട്ടുള്ള ഒരു ആവശ്യമാണ് പത്തിരിപ്പാല ജംഗ്ഷനിൽ ഒരു ട്രാഫിക് കൺട്രോൾ സിസ്റ്റം ഉണ്ടാവണം എന്ന്. അതിന് കാരണം നമ്മുടെ പഞ്ചായത്തിലെ പ്രധാനമായിട്ട് നിരവധി സ്ഥാപനങ്ങളും കച്ചവട സംവിധാനങ്ങളും ഒക്കെ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട സെന്റർ കൂടിയാണ്, ജംഗ്ഷൻ കൂടിയാണ്. ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂള് ഇവിടെ പ്രവർത്തിക്കുകയാണ്. കൊങ്ങാട് നിയോജക മണ്ഡലത്തിലെ ഏക സർക്കാർ കോളേജ്, ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഈ പ്രദേശത്താണ് പ്രവർത്തിക്കുന്നത്. മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TR ശശികുമാർ അധ്യക്ഷത വഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ SJ നജീബ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MC വിശ്വം, ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ധന്യ മണികണ്ഠൻ, ജയന്തി ടീച്ചർ, കൃപേഷ് കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. വിവിധ സംഘടനാ പ്രതിനിധികളായ സൈനുദ്ദീൻ പത്തിരിപ്പാല, AA ഷിഹാബ്, മനുഷ്യാവകാശ പ്രവർത്തകൻ ജാഫർ അലി പത്തിരിപ്പാല, ഗിരീഷ് പാലാരി, വിജയൻ, സുനീർ പത്തിരിപ്പാല, ദാസൻ, സുരേന്ദ്രൻ, നസീമ റിയാസ്, മനോജ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കേരള സംഗീത നാടക അക്കാദമിയുടെ ഇൻഫോക് അന്താരാഷ്ട്ര നാടകോത്സവത്തിന്റെ 16ാം പതിപ്പിന് തൃശൂരിൽ തിരശ്ശീല ഉയർന്നു. നാടകോത്സവത്തിന്റെയും നവീകരിച്ച KT മുഹമ്മദ് തിയേറ്ററിന്റെയും ഉദ്ഘാടനം റവന്യൂ മന്ത്രി K രാജൻ നിർവഹിച്ചു. വിവിധ വൻകരകളിലെ കലയും ജീവിതവും സംസ്കാരവും അടുത്തറിയാനുള്ള വേദി കൂടിയാണ് ഇൻഫോക് നാടകോത്സവമെന്ന് മന്ത്രി പറഞ്ഞു. ഇന്ത്യയും വിദേശ രാജ്യങ്ങളും തമ്മിലുള്ള വിനിമയം സാധ്യമാക്കുന്നതിനും കൂടുതൽ ദൃഢകരമായ സൗഹൃദം രൂപപ്പെടുത്തുന്നതിനുമുള്ള ഒരു രാജ്യാന്തര സൗഹൃദ വേദി കൂടിയായി ഇറ്റ്ഫോക് മാറിക്കഴിഞ്ഞെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. ഈ നിശബ്ദതയിലെ ശബ്ദങ്ങൾ എന്നത് ഇറ്റ്ഫോക്കിൻ്റെ കേവലം ഒരു തലവാചകം മാത്രമായി അവസാനിപ്പിക്കാനാകില്ലെന്നും നിശബ്ദരാക്കപ്പെട്ടവരുടെ ശബ്ദങ്ങൾക്ക് നവീനമായ ആഖ്യാനവും വ്യാഖ്യാനവും കലയിലൂടെയാണ് സംഭവിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. ലോകത്തിലെ വിവിധ വൻകരകളിൽ നിന്നുമുള്ള രാജ്യങ്ങളുടെ കലയും സംസ്കാരവും ജീവിതവും നമുക്കടുത്തറിയാനുള്ള ഒരിടമായി അന്താരാഷ്ട്ര നാടകോത്സവം മാറിക്കഴിഞ്ഞു.
ഇന്ത്യയും വിദേശ രാജ്യങ്ങളും തമ്മിലുള്ള സാംസ്കാരിക വിനിമയം സാധ്യമാക്കുന്നതിനും കൂടുതൽ ദൃഢതരമായിട്ടുള്ള സൗഹൃദം രൂപപ്പെടുത്തുന്നതിനുമായിട്ടുള്ള ഒരു രാജ്യാന്തര സൗഹൃദ വേദി കൂടിയായി തൃശ്ശൂരിലെ ഇറ്റ്ഫോക്ക് മാറിക്കഴിഞ്ഞു. കേരളത്തിൻ്റെ നാടക ചരിത്രത്തിൽ അന്താരാഷ്ട്ര നാടകോത്സവത്തിന് അദ്വിതീയമായിട്ടുള്ള സ്ഥാനമുണ്ട്. ഇറ്റ്ഫോക്ക് കേരളയ്ക്ക് മുന്നും പിന്നും എന്നിങ്ങനെ, ഇൻ്റർനാഷണൽ തിയേറ്റർ ഫെസ്റ്റിവൽ ഓഫ് കേരളയ്ക്ക് മുൻപും പിൻപും എന്നിങ്ങനെ മലയാള നാടക ബോധ്യത്തെ, മലയാള നാടക ഭാവുകത്വത്തെ രണ്ടായി സമീപിക്കാൻ കഴിയുന്ന വിധത്തിലേക്ക് 16ാമത് എഡിഷനിൽ എത്തി നിൽക്കുമ്പോൾ അത് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. സംഗീത നാടക അക്കാദമി ചെയർപേഴ്സൺ മട്ടന്നൂർ ശങ്കരൻകുട്ടി അധ്യക്ഷത വഹിച്ചു. സംവിധായകൻ ആനന്ദ് പട്വർദ്ധൻ മുഖ്യാതിഥിയായിരുന്നു. ഗുജറാത്തിൽ നിന്നെത്തിയ നാടക ചലച്ചിത്ര പ്രതിഭ ദക്ഷിൺ ഛാര വിശിഷ്ടാതിഥിയായി. ഉദ്ഘാടന ചടങ്ങിന് ശേഷം ഡെൻമാർക്കിലെ ആസ്റ്റീരിയൻസ് ഹസ് തിയേറ്റർ അവതരിപ്പിച്ച റോമിയോ ആൻഡ് ജൂലിയറ്റ് നാടകം അരങ്ങേറി. ഫെബ്രുവരി 1 വരെ 7 വേദികളിലായി നടക്കുന്ന നാടകോത്സവത്തിൽ ദേശീയവും അന്തർദേശീയവുമായ 23 നാടകങ്ങളാണ് അരങ്ങിലെത്തുക. 49 വിദേശീയരടക്കം 246 നാടക കലാകാരന്മാർ പങ്കെടുക്കും. ന്യൂസ് ബ്യൂറോ, തൃശ്ശൂർ. കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് ചെറുതുരുത്തി വളത്തോൾ നഗർ യൂണിറ്റ് വിമുക്ത ഭടഭവൻ വാർഷികവും കുടുംബസംഗമവും പൈങ്കുളം റോഡ് മേച്ചേരിക്കുന്ന് സംഗമം ഓഡിറ്റോറിയത്തിൽ നടന്നു. വളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത ഹരി ഉദ്ഘാടനം ചെയ്തു. കൊച്ചിൻ പാലത്തിന് സമീപമുള്ള യുദ്ധസ്മാരകത്തിലും സ്മൃതി മണ്ഡപത്തിലും മുതിർന്നാംഗം KP ബാലകൃഷ്ണൻ നായർ ദേശീയ പതാക ഉയർത്തി. സംഗമം ഓഡിറ്റോറിയത്തിൽ നടന്ന കുടുംബസംഗമം വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത ഹരി ഉദ്ഘാടനം ചെയ്തു. സർവീസിലിരിക്കുന്ന സമയത്തും രാഷ്ട്രത്തിന് വേണ്ടി ജീവനും ജീവിതവും സമർപ്പിച്ചവരും സർവീസിന് ശേഷവും റിട്ടയർമെൻറ്റ് വളരെ സന്തോഷപൂർവ്വം കൊണ്ടാടേണ്ട ഈ സമയത്തും വളരെ സജീവമായി ഇതുപോലുള്ള കൂട്ടായ്മകളും പൊതുപ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന യൂണിയൻ്റെ ഈ അംഗങ്ങളോടും ഭാരവാഹികളോടുമുള്ള എൻ്റെ സന്തോഷം അല്ലെങ്കിൽ ആശംസ ഞാനിവിടെ അറിയിക്കട്ടെ. ജീവിതത്തിൻ്റെ വളരെ നല്ലൊരു പങ്കും അതിർത്തികളിലും വളരെ കഠിനമായ സാഹചര്യങ്ങളിലും രാജ്യത്തിന് വേണ്ടി നിങ്ങൾ ചെയ്ത സേവനങ്ങളെ സ്മരിച്ചുകൊണ്ട് ഈ പ്രത്യേക ദിനത്തിൽ 77ാമത് റിപ്പബ്ലിക് ദിനത്തിൽ രാഷ്ട്രത്തിന് വേണ്ടി നിങ്ങൾ ത്യജിച്ച അല്ലെങ്കിൽ നിങ്ങൾ നഷ്ടപ്പെടുത്തിയ പലതുമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സന്തോഷവും സമാധാനവും എന്ന് ഓർത്തുകൊണ്ട് അതിനുള്ള സന്തോഷവും നന്ദിയും അറിയിച്ചുകൊണ്ട് ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി. KCSL വള്ളത്തോൾ നഗർ യൂണിറ്റ് പ്രസിഡന്റ് രാധാകൃഷ്ണൻ മുണ്ടനാട് അധ്യക്ഷത വഹിച്ചു. ട്രഷറർ JM മാത്യു റിപ്പോർട്ട് അവതരിപ്പിച്ചു. മുതിർന്ന അംഗങ്ങളെയും വിവിധ അംഗീകാരങ്ങൾ ലഭിച്ചവരെയും ചടങ്ങിൽ ആദരിച്ചു. കുന്നംകുളം പോളിക്ലിനിക്കിലെ ഉദ്യോഗസ്ഥൻ VG കൃഷ്ണകുമാർ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. മുൻ സംസ്ഥാന പ്രസിഡന്റ് KR ഗോപിനാഥൻ നായർ, തൃശൂർ ജില്ലാ പ്രസിഡന്റ് K അശോക് കുമാർ, പഴയന്നൂർ ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അരവിന്ദാക്ഷൻ, പഴയന്നൂർ ബ്ലോക്ക് സെക്രട്ടറി KT രാജശേഖരൻ, ഗ്രാമപഞ്ചായത്ത് 5ാം വാർഡ് മെമ്പർ VR അനൂപ്, അബ്ദുൾ മജീദ്, മുഹമ്മദ് കൊണ്ടാഴി, ചന്ദ്രശേഖരൻ ചേലക്കര, ഡോക്ടർ മനോജ് തോട്ടത്തിൽ, P മോഹനൻ, KP ബാലകൃഷ്ണൻ, രുക്മിണി ചന്ദ്രശേഖരൻ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ കലാപരിപാടികളുമുണ്ടായി. വള്ളത്തോൾ നഗർ യൂണിറ്റ് സെക്രട്ടറി രവികുമാർ മേലേതിൽ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി സുരേഷ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. വാടനകുറിശി ആരഭി കലാസമിതി ഗ്രന്ഥശാലയുടെ വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമായി. നാടിൻ്റെ വെളിച്ചമായി മാറാൻ ആരഭിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച മുഹമ്മദ് മുഹസിൻ MLA പറഞ്ഞു.
വിദ്യാഭ്യാസ പ്രതിഭകളെ അനുമോദിക്കലും കലാപരിപാടികളും ഉണ്ടായിരുന്നു. വൈവിധ്യമാർന്ന മേഖലകളിൽ പടർന്നു പന്തലിച്ചു നിൽക്കുന്ന വാരണാസി അറബി കലാസമിതിയുടെ 52-ാം വാർഷികവും ഗ്രന്ഥശാലയുടെ 33-ാം വാർഷികവും വിവിധ പരിപാടികളോടുകൂടിയാണ് ആഘോഷിച്ചത്. നാടൊന്നാകെ കൈകോർത്തപ്പോൾ വാർഷികാഘോഷം ഉത്സവ അന്തരീക്ഷത്തിലായിരുന്നു. സാംസ്കാരിക സമ്മേളനം മുഹമ്മദ് മുഹസിൻ MLA ഉദ്ഘാടനം ചെയ്തു. ഒരു നാടിന്റെ വെളിച്ചമായി മാറാൻ അറബിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് മുഹമ്മദ് മുഹസിൻ MLA പറഞ്ഞു. ഇതില് ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നുമില്ലാതെ ഈ പ്രദേശത്തിന്റെ അറിവിന്റെ വെളിച്ചമായിക്കൊണ്ട് ഈ പ്രദേശത്തെ എല്ലാ മനുഷ്യരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് മറ്റെല്ലാ തരത്തിലുള്ള ഭിന്നതയ്ക്കും അപ്പുറത്ത് ഒരുമിച്ച് നിർത്താൻ കഴിയുന്ന ഒരു വലിയ പ്രസ്ഥാനമായിക്കൊണ്ട് അറബി ഇനിയും മുന്നോട്ട് പോകട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. 2 തവണ MLA ഫണ്ടിൽ ഈ വായനശാലക്ക് പുസ്തകം ഇവിടെ ലഭ്യമാക്കിയിട്ടുണ്ട്. അത് ഈ പ്രാവശ്യവും നിയമസഭയുടെ പുസ്തക ഫെസ്റ്റിവൽ നടന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് വായനശാലകളുടെ ലിസ്റ്റ് എടുത്തിട്ടുണ്ട്. അതിൽ അല്ലേ ഈ വായനശാല ഉണ്ടല്ലോ ഉണ്ട്. അപ്പൊ നമ്മുടെ വായനശാലയിൽ ഇനിയും ഗ്രേഡ് പുസ്തകങ്ങൾ കൂടുമ്പോൾ ഗ്രേഡ് കൂടും. അതിനനുസരിച്ച് വായനശാലക്കുള്ള മറ്റു വരവുകളും കൂടും എന്നുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും കുറച്ച് പുസ്തകങ്ങൾ കൂടി MLA ഫണ്ടിൽ നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് ഈ വർഷം നടക്കും എന്ന കാര്യം കൂടി നിങ്ങൾ അറിയിക്കുകയാണ്. അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതിന്റെ പുറമെയാണ് ഇതുപോലൊരു വാർഷിക പരിപാടിയിൽ വന്നപ്പോൾ നിങ്ങൾ ആവശ്യപ്പെട്ടത് ഒരു ഫണ്ട് വേണം എന്നുള്ളത്. ഗ്രന്ഥശാല പ്രവർത്തനത്തിന്റെ മികവിന്റെ അംഗീകാരമായി MLA ഫണ്ടിൽ നിന്നും അനുവദിച്ച തുക ചെലവഴിച്ച് ഗ്രന്ഥശാല കെട്ടിടത്തിന്റെ മുകൾ നിലയിലെ പണി പൂർത്തീകരിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും മുഹമ്മദ് മുഹസിൻ MLA നിർവഹിച്ചു. ചടങ്ങിൽ കേരള കലാമണ്ഡലം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ RLV രാമകൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു. അറബിയുടെ വളർച്ച ഇനിയും ഉയരങ്ങളിലേക്ക് എത്തിച്ചേരാൻ കഴിയട്ടെ എന്ന് രാമകൃഷ്ണൻ സൂചിപ്പിച്ചു. ഒരു കലാകാരൻ്റെ ഏറ്റവും വലിയ ഔചിത്യം എന്നത് സമയത്തെ കണ്ടറിയുക എന്നുള്ളതാണ്. ഇനിയും ഈ നാട്ടിലെ കൊച്ചുമക്കളുടെ ഒരുപാട് കലാപരിപാടികൾ അവതരിപ്പിക്കാൻ ബാക്കിയിരിക്കെ ഞാനിവിടെ 6:30 എത്തിയതാണ്. ഇപ്പോൾ സമയം 9 മണിയാവുന്നു. അപ്പം ഇനി അധികം പ്രസംഗിക്കേണ്ടതില്ല. കാരണം അറബി എന്ന ഗ്രന്ഥശാലയെയും കലാസമിതിയെയും നെഞ്ചിലേറ്റിയ നിങ്ങളോട് ഞാനിനി ഈ കലാസ്ഥാപനത്തെക്കുറിച്ച് ഈ പൊതുസ്ഥാപനത്തെക്കുറിച്ച് പറയേണ്ട ആവശ്യകതയില്ല എന്നറിയാം. വിദ്യാഭ്യാസ പ്രതിഭകളെ കെ ജനാർദ്ദനൻ ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു. വിവിധ വിദ്യാലയങ്ങളിലെ പ്രതിഭകളെയാണ് അനുമോദിച്ചത്. അറബി കലാസമിതി സെക്രട്ടറി രാജേഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP വിജയൻ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ വാർഡ് മെമ്പർ CK ജുനൈദ്, അറബി കലാസമിതി പ്രസിഡന്റ് V രമേശ്, അറബി ഗ്രന്ഥശാല പ്രസിഡന്റ് CP രാമൻ, കേരള കലാമണ്ഡലത്തിലെ വിദ്യാർത്ഥിയായ ഡാനിയൽ എൽദോ, സത്യനാഥൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നൃത്തനൃത്യങ്ങളും അരങ്ങേറി. ന്യൂസ് സെന്റർ ഷൊർണൂർ. ഒരു നാടിന്റെ ഏറ്റവും വലിയ സമ്പത്താണ് കലാസമിതികളും ഗ്രന്ഥശാലകളുമെന്ന് ഡോക്ടർ RLV കലാമണ്ഡലം രാമകൃഷ്ണൻ. കലാമണ്ഡലത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി 2 പെൺകുട്ടികൾ കഥകളി സംഗീതത്തിൽ അരങ്ങേറ്റം കുറിച്ചിരിക്കുന്നു എന്ന വാർത്ത ചൂണ്ടിക്കാട്ടിയപ്പോൾ കലയ്ക്ക് ജാതിയോ മതമോ ലിംഗഭേദമോ ഇല്ല എന്നും ലിംഗഭേദം കലയെ ബാധിക്കുന്നില്ലെന്നും കലാമണ്ഡലം ഒരുപാട് ചരിത്ര മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുമ്പോൾ അതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ അമിതമായ സന്തോഷമുണ്ടെന്നും ഡോക്ടർ RLV രാമകൃഷ്ണൻ പറഞ്ഞു. നാട്ടിന് പുറത്തെ കലാസമിതികൾ വളർന്ന് വരുന്നവർക്ക് ഒരിടം കൂടിയാകുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വാടനംകുറിശി അറബി കലാസമിതിയുടെ 52-ാം വാർഷികാഘോഷത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തതിന് ശേഷം STVയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
വളരെയധികം സന്തോഷം. ഞാൻ ഉദ്ഘാടന പ്രസംഗത്തിൽ ഒരു നാടിന്റെ ഏറ്റവും വലിയ സമ്പത്താണ്. സന്തോഷമുള്ള കാര്യമാണ്. കാരണം കലാരംഗത്ത് ലിംഗവിവേചനം അല്ലെങ്കിൽ മറ്റേതൊരു ജാതി മതഭേദമില്ലാതെ എല്ലാവരും കല പഠിക്കണം, കല ആസ്വദിക്കണം. അതിന്റെ ഭാഗമായി ഇപ്പൊ കലാമണ്ഡലം ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അതിലൊക്കെ സാക്ഷിയാകാൻ കഴിഞ്ഞത് വളരെയധികം സന്തോഷം. തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞത്, ഇത് നാടിന്റെ ഒരു സമ്പത്താണ്. കാരണം വളർന്നു വരുന്ന ഓരോ കലാകാരന്മാർക്കും അതിന്റെ രൂപം കൊള്ളാൻ ഇടം തന്നെയാണ് കലാസഭ. വാണിയംകുളം മാന്നന്നൂർ കുളമ്പ് ഗ്രാമോദയ സോഷ്യൽ ക്ലബ് ആൻഡ് ലൈബ്രറി 31ാം വാർഷികം ആഘോഷിച്ചു. 2 ദിവസങ്ങളിലായാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. ഞായറാഴ്ച ബാലകലോത്സവം, തുടർന്ന് ഉദ്ഘാടന സമ്മേളനം, ക്ലബ്ബ്, ലൈബ്രറി അംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ എന്നിവ നടന്നു. തിങ്കളാഴ്ച പഴയന്നൂർ പടയോട്ടത്തിന്റെ ഫോക്ക് മെഗാ ഷോയുമുണ്ടായിരുന്നു. KSSPU ലക്കിടി പേരൂർ യൂണിറ്റ് വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും കുഞ്ചൻ സ്മാരക വായനശാല ഓഡിറ്റോറിയത്തിൽ നടന്നു. യൂണിയൻ പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റ് K. സുന്ദരേശൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് സെക്രട്ടറി G. ജഗദീഷ് അധ്യക്ഷത വഹിച്ചു. മോഹനകൃഷ്ണൻ അനുശോചന പ്രമേയവും M. സേതുമാധവൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. N. നാരായണൻ നമ്പൂതിരി മുഖ്യപ്രഭാഷണം നടത്തി. KK. ഗൗരി ടീച്ചർ, മേരിക്കുട്ടി സെബാസ്റ്റ്യൻ, N. മോഹനൻ, ജെറോം, സേതു മാസ്റ്റർ, AK. രാമൻ, MN. നാരായണൻ നമ്പൂതിരി എന്നിവർ സംസാരിച്ചു. ചർച്ച, സംഘടനാ തെരഞ്ഞെടുപ്പ്, മറുപടി എന്നിവയുമുണ്ടായി. TP. ജെറോം സ്വാഗതവും AK. രാമൻ നന്ദിയും പറഞ്ഞു. വിവിധ കലാപരിപാടികളും നടന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മഞ്ഞക്കാട് ഏരിയ വാർഷിക സമ്മേളനം നടന്നു. KSSPU പാലക്കാട് ജില്ലാ രക്ഷാധികാരി P. വിശ്വനാഥൻ നായർ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ 34ാം വർഷത്തിലേക്ക് പ്രവേശിച്ച് അതിൻ്റെ പ്രവർത്തനമായി മുന്നോട്ട് പോവുകയാണ്. 34 വർഷം എന്ന് പറയുമ്പോൾ 1992 മെയ് 13-നാണ് ഈ സംഘടന കക്ഷി രാഷ്ട്രീയത്തിനും ജാതിമത ചിന്തകൾക്കും അതീതമായി രൂപീകരിച്ചു. അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്ന് മാത്രമല്ല ഇന്ത്യയിൽ തന്നെയും എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലുള്ള ആൾക്കാരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മറ്റൊരു സംഘടന ഇന്ത്യയിൽ തന്നെ. അതാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ പ്രത്യേകത. രാവിലെ ഏരിയ പ്രസിഡന്റ് VC ശങ്കരൻ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളന നടപടികൾക്ക് തുടക്കമായത്. ഏരിയ ജോയിന്റ് സെക്രട്ടറി MV മധുമാസ്റ്റർ സ്വാഗതം പറഞ്ഞു. VC ശങ്കരൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ വൈസ് പ്രസിഡന്റ് P. ശശികുമാർ അനുശോചന പ്രമേയവും സെക്രട്ടറി MC ശങ്കരൻ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ CV അശോകൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം ഗംഗാധരൻ നായർ, ബ്ലോക്ക് പ്രസിഡന്റ് TK ഭാസ്കരൻ, സെക്രട്ടറി ES കൃഷ്ണൻ എന്നിവർ സംഘടനാകാര്യങ്ങൾ വിശദീകരിച്ചു. ബ്ലോക്ക് ട്രഷറർ TV ജയരാജൻ, വൈസ് പ്രസിഡന്റ് CN ഭവദാസൻ ഉണ്ണി, ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി K. ശങ്കരൻ, ഏരിയ രക്ഷാധികാരി ദേവയാനി കൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. ഏരിയ വൈസ് പ്രസിഡന്റ് PV ആര്യ പ്രമേയാവതരണം നടത്തി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഓരോ വർഷത്തെ റിപ്പബ്ലിക്കുകളും കടന്നു പോകുമ്പോൾ രാജ്യത്തിനു വേണ്ടി 2 തവണ പാകിസ്ഥാനുമായി യുദ്ധം ചെയ്ത് വിജയിച്ച ചരിത്രം 81ാം വയസ്സിലും ഓർമ്മയോടെ ഓർത്തെടുക്കുകയാണ് സുബൈദാർ ഗോപാലകൃഷ്ണൻ നായർ. താൻ നാടിനു വേണ്ടിയാണ് പട്ടാളത്തിൽ ചേർന്നതെന്ന് പറയുമ്പോൾ വാർദ്ധക്യത്തിലും ചുറുചുറുക്കുള്ള ഒരു മുഖം ഗോപാലകൃഷ്ണൻ നായരിൽ നാം കാണുന്നു. 1945 ജനുവരി 19-നാണ് ചെറുതുരുത്തി പൈങ്കുളം റോഡ് 1-ാം മൈൽ സമീപം കോതനാത്ത് പടിഞ്ഞാറേ വീട്ടിൽ പിതാവ് അച്യുതൻ നായരുടെയും മാതാവ് കുഞ്ഞുലക്ഷ്മി അമ്മയുടെയും 12 മക്കളിൽ 4ാമനായി ജനിച്ചത്. അച്ഛൻ റെയിൽവേ ഉദ്യോഗസ്ഥനാണെങ്കിലും 12 മക്കളെ വളർത്തിക്കൊണ്ടുവരാൻ പാടുപെടുന്ന ദിനങ്ങളായിരുന്നു. വയറു നിറച്ച് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലുമായിരുന്നു. കുടുംബം ഇല്ലായ്മയിൽ നിന്ന് പോരാടി വിദ്യാഭ്യാസ കാലത്ത് അധ്യാപകരുടെയും സഹോദരി ഭർത്താവ് പട്ടാള ഉദ്യോഗസ്ഥനായ ഭാസ്കരൻ നായരും സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയ കഥകളും പട്ടാളത്തിൽ ചേർന്നാൽ 3 നേരവും വയറു നിറച്ച ഭക്ഷണം ലഭിക്കുമെന്ന് പറഞ്ഞു കേട്ടപ്പോൾ പിന്നീട് അങ്ങോട്ട് എങ്ങനെയെങ്കിലും പട്ടാളത്തിൽ ചേർന്ന് യുദ്ധത്തിൽ പങ്കെടുക്കുകയും നാടിൻ്റെ കാവൽക്കാരനായി നിൽക്കണം എന്നായിരുന്നു ആഗ്രഹം. എന്നാൽ വീട്ടുകാരെ അറിയിച്ചപ്പോൾ ഒരു കാരണവശാലും പട്ടാളത്തിൽ പോകരുത് എന്നാണ് അച്ഛൻ പറഞ്ഞത്. ഇതൊന്നും കേൾക്കാതെ 1963-ൽ 18ാമത്തെ വയസ്സിൽ കോഴിക്കോട് പട്ടാളത്തിൽ ആളെ എടുക്കുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ വീട്ടുകാരെ അറിയിക്കാതെ അവിടെ എത്തുകയായിരുന്നു. തുടർന്ന് സെലക്ഷൻ കിട്ടി 3-ാം ദിവസമാണ് വീട്ടുകാർ അറിയുന്നത്. ബാംഗ്ലൂരിലും അസാമിലുമായിരുന്നു ആദ്യ ജോലി. 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ പീരങ്കി ഉപയോഗിച്ച് യുദ്ധം ചെയ്യുന്ന സൈന്യത്തിൻ്റെ ഒപ്പമായിരുന്നു ജോലി.
രാവും പകലുമില്ലാതെ കടുത്ത തണുപ്പും സഹിച്ചാണ് യുദ്ധം ചെയ്തത്. തുടർന്ന് വിജയിക്കുകയും ചെയ്തു. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിലും ഇദ്ദേഹം പങ്കെടുത്തു. യുദ്ധം ജയിച്ചതിനെ തുടർന്ന് നിരവധി അംഗീകാരങ്ങളും ലഭിച്ചു. 28 വർഷം നാടിന് കാവൽക്കാരനായി തുടർന്നു. 47-ാമത്തെ വയസ്സിൽ അവസാനം ഡെറാഡൂണിൽ നിന്നാണ് വിരമിച്ചത്. 28-ാമത്തെ വയസ്സിൽ സഹധർമ്മിണി പരേതയായ ദേവകിയെ കല്യാണം കഴിച്ചു. തുടർന്ന് ഗോപകുമാർ, പ്രദീപ് കുമാർ എന്നീ 2 മക്കളും അടങ്ങുന്ന കുടുംബമാണ്. പഞ്ചാബിൽ അവിടെ വന്ന് യൂണിറ്റ് അവിടെ ഒരു യൂണിറ്റ് ഉണ്ടായിരുന്നു. 7 ഫീൽഡ് റെജിമെൻറ്റ് അവിടെ ഉണ്ടായിരുന്നു. അവിടേക്ക് ട്രാൻസ്ഫറായി. അവിടെ നിന്ന് പിന്നെ ഗവർണറായിട്ട് അത്യാവശ്യം പറഞ്ഞ് യുദ്ധം ഏതാണ്ട് കഴിയുന്ന സമയമായിരുന്നു. പക്ഷേ യുദ്ധം മുഖത്ത് തന്നെയായിരുന്നു. യുദ്ധ സർട്ടിഫിക്കറ്റ് എല്ലാം അതിൻ്റെ ഇതിൽ കിട്ടിയിരുന്നു. അങ്ങനെ അവിടെ സർവീസ് ചെയ്തു. 71 യുദ്ധം കഴിഞ്ഞ് 65-ലത്തെ 71-ലത്തെ യുദ്ധം കഴിഞ്ഞു. പിന്നെ അതിന് ശേഷം കാര്യമായിട്ട് യുദ്ധങ്ങളൊന്നുമില്ല. സർവീസ് മുഴുവൻ ലേ ലഡാക്ക്, കാശ്മീർ, പഞ്ചാബ്, ആസാം അങ്ങനെയുള്ള ഇടങ്ങളിലൊക്കെ സർവീസ് ചെയ്ത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പരുത്തിപ്ര സുബ്രഹ്മണ്യം ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവത്തിന് ഒരുങ്ങി പരുത്തിപ്ര ഗ്രാമം. തൈപ്പൂയത്തിന്റെ ഭാഗമായി സുബ്രഹ്മണ്യ സേവാ സംഘത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രസാദ ഊട്ടിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. ഫെബ്രുവരി 1 പരുത്തിപ്ര സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തൈപ്പൂയ മഹോത്സവം നടക്കും. തൈപ്പൂയ ആഘോഷത്തിനായി പരുത്തിപ്ര ഗ്രാമം ഒരുങ്ങി. തൈപ്പൂയത്തിന് മുന്നോടിയായി സുബ്രഹ്മണ്യ സേവാ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ തിങ്കളാഴ്ച ക്ഷേത്രാങ്കണത്തിൽ നടത്തിയ പ്രസാദൂട്ടിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ക്ഷേത്രത്തിൽ രാവിലെ വിശേഷാൽ പൂജകളും ഉണ്ടായിരുന്നു. തൈപ്പൂയ ആഘോഷ ദിനത്തിൽ രാവിലെ 5-ന് നട തുറക്കൽ, 5:30-ന് കലശപൂജ എന്നിവയും ഉണ്ടായിരിക്കും. വൈകിട്ട് 6 മണി മുതൽ 7 മണി വരെ പരുത്തിപ്പുറ തൈപ്പൂയാഘോഷ കമ്മിറ്റിയുടെ ഘോഷയാത്ര എഴുന്നള്ളിപ്പും, 7 മണി മുതൽ 8:15 വരെ പരുത്തിപ്പുറ വടക്കുഭാഗം കമ്മിറ്റിയുടെ ഘോഷയാത്ര എഴുന്നള്ളിപ്പും, 8:15 മുതൽ 9:15 വരെ സുബ്രഹ്മണ്യ സേവാ സംഘത്തിന്റെ ഘോഷയാത്ര എഴുന്നള്ളിപ്പും നടക്കും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മംഗളൂർ തളി ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ ഉത്സവാഘോഷ പരിപാടികൾ തുടരുന്നു. തിങ്കളാഴ്ച സംഗീതോത്സവം, പഞ്ചരത്ന കീർത്തനാലാപനം, അഖില കേരള ചിത്രരചനാ മത്സരം എന്നിവ നടന്നു. ക്ഷേത്രത്തിൽ രാവിലെ മുതൽ സംഗീതോത്സവം, പഞ്ചരത്ന കീർത്തനാലാപനം എന്നിവ നടന്നു. പാരമേശ്വരമണി ഗൃഹദ്വാരസീമണി സദാ വിളങ്ങിനാൻ സദാ. തിണ്ണം ചെന്നിട്ടു തീയിൽ തെളിവിനോട് തിളയ്ക്കുന്ന പാലൊട്ടു പൊന്നിൻ കിണ്ണം കൊണ്ടമ്മ കാണാതടവിലുടനുടൻ മുക്കിൽ പതുങ്ങി. കർണം പാർത്തങ്ങു നിന്നിട്ടതു ചുടീണ കൊണ്ടൂതിയൂതി കുടിക്കും കണ്ണൻ കല്യാണപൂർണൻ കളകമലദള കണ്ണനൻ കണ്ണിലാമോ. ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി അഖില കേരള ചിത്രരചന മത്സരവും സംഘടിപ്പിച്ചു. വൈകിട്ട് സംഗീത കച്ചേരിയുമുണ്ടായി. ഈ മാസം 31-ന് ഉത്സവം സമാപിക്കും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കണയം ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ കാളവേല പൂരം മഹോത്സവത്തിന്റെ ഭാഗമായുള്ള സാംസ്കാരിക പരിപാടികൾ തുടരുന്നു. ഞായറാഴ്ച വൈകിട്ട് ഭക്തിഗാനസുധ, നൃത്തനൃത്യങ്ങൾ എന്നിവയുണ്ടായി. അമ്പലപ്പുഴി ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം നെല്ലയോതി വന്നു. വാടാനംകുറിശി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. INTUC ഓഫീസിന് മുന്നിൽ പാലക്കാട് ജില്ലാ പഞ്ചായത്ത് അംഗം ബേബി ബാബു ദേശീയ പതാക ഉയർത്തി. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് P. രൂപേഷ് അധ്യക്ഷത വഹിച്ചു. TP രാജീവ്, VT അലി, നിസാർ, P. അശോകൻ, K. കൃഷ്ണൻകുട്ടി, T. അജീഷ്, V. അലി, P. ശശി, P. ബാവ, മാനു പൊയിലൂർ തുടങ്ങിയവർ പങ്കെടുത്തു. ഷൊർണൂർ NSS കരയോഗത്തിൽ 77-ാം റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. വൈസ് പ്രസിഡന്റ് CN ഭവദാസനുണ്ണി മാസ്റ്റർ ദേശീയ പതാക ഉയർത്തി. സെക്രട്ടറി അമ്മാട്ടിൽ വിജയൻ, ട്രഷറർ KP രാധാകൃഷ്ണൻ, കരയോഗാംഗങ്ങളായ K. വിജയകുമാർ, KK മോഹൻദാസ്, C. സുനിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഷൊർണൂർ ഗണേശ്ഗിരി സെന്റ് ആന്റണീസ് LP സ്കൂളിൽ റിപ്പബ്ലിക് ദിനം സമുചിതമായി ആഘോഷിച്ചു. ദേശസ്നേഹ ഗാനങ്ങൾ, ദേശീയ പതാക ഉയർത്തൽ, കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ എന്നിവ ആഘോഷത്തിന് മാറ്റുകൂട്ടി.
77ാം റിപ്പബ്ലിക് ദിനം ഗണേശഗിരി സെന്റ് ആന്റണീസ് LP സ്കൂളിൽ സമുചിതമായി ആഘോഷിച്ചു. രാവിലെ വാർഡ് കൗൺസിലർ രഥ, പ്രധാനാധ്യാപിക വിനിത എന്നിവർ ദേശീയ പതാക ഉയർത്തി. തുടർന്ന് റിപ്പബ്ലിക് ദിന സന്ദേശവും നൽകി. ചടങ്ങിൽ PTA പ്രസിഡന്റ് അധ്യക്ഷയായിരുന്നു. റിപ്പബ്ലിക് ദിനത്തിൻ്റെ പ്രാധാന്യവും ഭരണഘടനയുടെ മൂല്യങ്ങളും കുട്ടികളിൽ വളർത്തുന്നതിന് ഇത്തരം പരിപാടികൾ സഹായകമാണെന്ന് വാർഡ് കൗൺസിലർ ലത അഭിപ്രായപ്പെട്ടു. ദേശസ്നേഹ ഗാനങ്ങളും കുട്ടികളുടെ വിവിധ പരിപാടികളും ഉണ്ടായിരുന്നു. ഒരു മകളുദിക്കുന്ന മഹിമതൻ കടലാഴമകതളിരിലലിയും ഒരു ഭാരതം നിറയും വരമായി അറിവിൻ ലയമായി നിറയും വരമായി അറിവിൻ ലയമായി ഇരുവിന്റെ ശുഭദാനം അറിവിന്റെ താഴ്മൊഴികൾ അറിവിന്റെ ഗാനമിത് ശുഭദേ. ചടങ്ങിൽ അധ്യാപകരും നിരവധി വിദ്യാർത്ഥികളും പങ്കെടുത്തു. ന്യൂസ് സെന്റർ ഷൊർണൂർ. മണൂർ ഞാറക്കോട് വായനശാല സാംസ്കാരിക വേദി റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി അക്ഷര കരോൾ സംഘടിപ്പിച്ചു. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ പരിപാടിയായ അക്ഷര കരോളിന്റെ ഭാഗമായി ഭരണഘടനാ സംരക്ഷണ മുദ്രാവാക്യങ്ങളും അക്ഷര കരോൾ ഗാനങ്ങൾ ആലപിച്ചായിരുന്നു കരോൾ സംഘടിപ്പിച്ചത്. വായനശാല പ്രസിഡന്റ് രാജേഷ് കുമാർ NC പതാക ഉയർത്തി. വാർഡ് മെമ്പർ കൃപേഷ് കുമാർ NK കരോൾ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം ബ്രിജേഷ് NS റിപ്പബ്ലിക് സന്ദേശം നൽകി. അക്ഷര കരോളിൽ 50ഓളം ആളുകൾ പങ്കെടുത്തു. സമീപ പ്രദേശങ്ങളിലെ വീടുകളിൽ മധുര വിതരണവും നടത്തി. പതിരിപ്പാല കാരുണ്യ ഭവനിൽ അന്തേവാസികളുടെ നേതൃത്വത്തിൽ റിപ്പബ്ലിക് ദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. 50ഓളം പേർ പങ്കെടുത്തു. കാരുണ്യ ഭവനം സെക്രട്ടറി ഷംസുദ്ദീൻ പതിരിപ്പാല പതാക ഉയർത്തി. മാനേജർ മുബാറക് റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി. കാരുണ്യ ഭവനം ജോയിന്റ് സെക്രട്ടറി സുബൈർ ആശംസ നേർന്ന് സംസാരിച്ചു. ദേശീയ ഗാനത്തിന് ശേഷം കലാപരിപാടികളും അരങ്ങേറി. 77ാം റിപ്പബ്ലിക് ദിനം കോട്ടായി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സർവത്ര പരിപാടികളോടെ ആചരിച്ചു. ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചനയും പൂമാലയും അണിയിച്ചു. പ്രിൻസിപ്പാൾ മണികണ്ഠൻ ദേശീയ പതാക ഉയർത്തി. പ്രസാദ് സ്വാഗതവും HM സുമതി ടീച്ചർ റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി. SPC, JRC, NSS, മറ്റു കുട്ടികൾ എന്നിവരുടെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ അവതരിപ്പിച്ചു. ദേശഭക്തി ഗാനങ്ങൾ, റിപ്പബ്ലിക് ദിന സന്ദേശങ്ങൾ എന്നിവ കുട്ടികൾ അവതരിപ്പിച്ചു. മധുര വിതരണവും നടത്തി. ഷൊർണൂർ ഗണേശഗിരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും 77ാം റിപ്പബ്ലിക് ദിനം സമുചിതമായി ആഘോഷിച്ചു. പ്രധാനാധ്യാപിക ലക്ഷ്മി ദേവി ദേശീയ പതാക ഉയർത്തി റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. മറ്റ് അധ്യാപകരും വിദ്യാർത്ഥികളും പങ്കെടുത്തു. മാറ്റുലി. പത്മബഹുമതികൾ പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തിൽ വലിയ ചർച്ചയായത് വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ ലഭിച്ചതാണ്. SNDP യോഗം ജനറൽ സെക്രട്ടറിക്ക് പത്മഭൂഷൺ നൽകിയതിനെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരുമുണ്ട്. നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താം. മാറ്റുലിയിലേക്ക്. ഭൂരിപക്ഷമുള്ള സമുദായത്തിന് പ്രത്യേക ആനുകൂല്യങ്ങൾ നൽകി, അല്ലെങ്കിൽ അതിൻ്റെ നേതാവിന് അവാർഡുകൾ നൽകി വോട്ടുറപ്പിക്കുന്ന ഉത്തരേന്ത്യൻ രീതി കേരളത്തിൽ വിലപ്പോവില്ല. പച്ചയ്ക്ക് വർഗീയത പറഞ്ഞു തന്നെയാണ് വെള്ളാപ്പള്ളി പത്മവിഭൂഷൺ നേടിയത്. കേരളത്തിലെ ഒരു ഈഴവ സമുദായത്തിലെ ഒരു നേതാവ്, ഒരു അണികളുടെയും ഒരു പിന്തുണയും വെള്ളാപ്പള്ളിക്ക് ഇല്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. വെള്ളാപ്പള്ളിക്ക് പത്മവിഭൂഷൺ നൽകിയതുകൊണ്ട് അത് ഒരിക്കലും കേരളത്തിൽ BJPക്ക് വോട്ടാവില്ല. വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ നൽകിയത് അദ്ദേഹം ഇതിനു മുമ്പ് അതിനെ നിശിതമായി വിമർശിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ ഏത് പട്ടിക്കും പണം കൊടുത്താൽ കിട്ടുന്നൊരു സാധനമാണ് പത്മഭൂഷൺ എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഇപ്പോഴും അത് തന്നെയാണോ എന്നുള്ളത് നമുക്കറിയില്ല. മാത്രമല്ല, എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ കൊടുത്തതിൻ്റെ പുറകിൽ അത് വർഗീയത ഉണ്ടോ എന്നുള്ളതാണ്. കാരണം അദ്ദേഹം കാലങ്ങളായി വളരെ മോശമായ ഒരു മതത്തെ മാത്രം നിശിതമായി വിമർശിക്കുന്ന, വെണ്ടും തുണ്ടും പറയുന്ന ഒരു വൃത്തികെട്ട ഒരു മനസ്സുള്ള ഒരാൾക്ക്
പത്മഭൂഷൺ കൊടുത്തത് അതിൽ അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട്. കാരണം സമഗ്രമായ അന്വേഷണം നടത്തണം. ഈ പത്മഭൂഷൺ കേന്ദ്ര സർക്കാർ വെള്ളാപ്പള്ളിക്ക് കൊടുത്തത് അതിനെ സംസ്ഥാനം ഭരിക്കുന്ന പിണറായിയുടെ പിന്തുണയും കൂടി ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും പരിശോധിക്കേണ്ടതാണ്. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ ബഹുമതി കൊടുത്തു എന്നുള്ളതാണ്. അത് രണ്ട് തരത്തിലുണ്ട്. അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷം എന്ന് പറയുന്ന പോലെ അദ്ദേഹത്തിൻ്റെ ഒരു ശ്രീനാരായണീയ പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തിരുന്നു കൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഗുരുവിൻ്റെ ദർശനങ്ങൾക്കും കാഴ്ചപ്പാടിനും 100% യോജിച്ചത് അല്ല എന്ന രീതിയിൽ ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. കുറേ കാലം യാഥാർത്ഥ്യമുണ്ട്. പക്ഷേ എങ്കിലും അദ്ദേഹത്തിന് പുരസ്കാരം കൊടുത്തിരിക്കുന്നത് മൊത്തത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ഈ സമുദായത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളെ വിലയിരുത്തിക്കൊണ്ടാണ്. പത്മഭൂഷൺ വെള്ളാപ്പള്ളിക്ക് ലഭിച്ചു എന്ന് കേട്ടപ്പോൾ എല്ലാവരും കരുതിയത് അതൊരു ഫേക്ക് വാർത്തയായിരിക്കുമെന്ന്. കേന്ദ്ര സർക്കാരിന് സ്തുതി പാടുന്നവർ, നിരന്തരം വർഗീയത പ്രസംഗിക്കുന്നവർ, അപരമത വിദ്വേഷം പ്രചരിപ്പിക്കുന്നവർക്ക് ഉള്ളതാണ് പത്മഭൂഷൺ എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. തനിക്ക് പത്മഭൂഷൺ വേണ്ട എന്ന് പറഞ്ഞ, ഒരു ഡാഷിനും വേണ്ട, പൈസ കൊടുത്താലും വേണ്ട എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഇത് നൽകുന്നതിലൂടെ എന്ത് സന്ദേശമാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത്? മഹൽ വ്യക്തിത്വങ്ങൾക്ക് നൽകേണ്ട ഒരു ഉന്നത ബഹുമതിയെ ഇത്തരത്തിൽ നിലവാരമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നത് അത്യന്തം ഖേദകരമാണ്. തീർത്തും ഞെട്ടിപ്പോയി. കാരണം ഒരു രാജ്യത്തിൻ്റെ സർക്കാർ കൊടുക്കുന്ന വളരെ വിലപിടിപ്പുള്ള ഉന്നതമായ ഒരു അംഗീകാരമാണ് പത്മഭൂഷൺ. അത് വെള്ളാപ്പള്ളിയെ പോലെ നിരവധി അഴിമതി കേസുകളിലും അതുപോലെ തന്നെ കൊലപാതക കേസിൽ പോലും പ്രതിയായിട്ടുള്ള ഒരാൾക്ക് കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സർക്കാർ എത്രമാത്രം അധപ്പതിച്ചു. അല്ലെങ്കിൽ ഇന്നത്തെ ഇന്ത്യ ഭരിക്കുന്ന സർക്കാർ അവരുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ആരെയൊക്കെ ചാക്കിലാക്കാൻ പറ്റുകയോ അവരെയൊക്കെ ഇങ്ങനെ അവാർഡ് കൊടുത്ത് സ്വാധീനിക്കാൻ ശ്രമിക്കുക എന്ന് വന്നാൽ പിന്നെ ഈ അവാർഡുകൾക്കൊക്കെ പിന്നെ എന്ത് പ്രസക്തിയാണുള്ളത്? ഈ പത്മ അവാർഡുകളൊക്കെ നിർത്തലാക്കേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞു. കാരണം രാഷ്ട്രീയക്കാർ അതിനെ ദുരുപയോഗം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഭരണഘടനാ അവകാശങ്ങൾക്ക് നേരെയുള്ള വെല്ലുവിളികൾ അംഗീകരിക്കാനാകില്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. മതേതര സോഷ്യലിസ്റ്റ് മൂല്യങ്ങൾ തകർക്കാനുള്ള നീക്കത്തിനെതിരെ സമൂഹം ജാഗ്രത പാലിക്കണമെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. രാഷ്ട്രം 77ാം റിപ്പബ്ലിക് ദിനാഘോഷ നിറവിൽ. നാടെങ്ങും വിപുലമായ പരിപാടികൾ. ഷൊർണൂർ കുളപ്പുള്ളിയിലെ ഗാന്ധി സ്ക്വയർ നാടിന് സമർപ്പിച്ചു. റേഷൻ കട നടത്തിപ്പുകാർക്ക് അമിതഭാരം അടിച്ചേൽപ്പിക്കുകയും അടിസ്ഥാന വേതനം വർദ്ധിപ്പിക്കാതിരിക്കുകയും ചെയ്യുന്നത് അനീതിയാണെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി. കേരളത്തിൽ എല്ലാ മേഖലകളിലും സർക്കാർ വിരുദ്ധ സമീപനം പ്രകടം. പാലക്കാട്ട് കേരള സ്റ്റേറ്റ് റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം. പത്തിരിപ്പാല ടൗണിൽ സിഗ്നൽ ലൈറ്റുകൾ മെഴി തുറന്നു. യാഥാർത്ഥ്യമായത് യാത്രക്കാരുടെയും നാട്ടുകാരുടെയും ദീർഘകാലമായുള്ള ആവശ്യം. പുതിയ സിഗ്നൽ സംവിധാനം ടൗണിലെ രൂക്ഷമായ ഗതാഗത പ്രതിസന്ധിക്ക് പരിഹാരമാകുമെന്ന് പ്രതീക്ഷ. കേരള സംഗീത നാടക അക്കാദമിയുടെ 16ാമത് ഇൻഫോക് അന്താരാഷ്ട്ര നാടകോത്സവത്തിന് തൃശൂരിൽ തിരിതെളിഞ്ഞു. നാടകോത്സവം വിവിധ വൻകരകളിലെ കലയും ജീവിതവും സംസ്കാരവും അടുത്തറിയാനുള്ള വേദി. ഫെബ്രുവരി 1 വരെ 7 വേദികളിലായി അരങ്ങിലെത്തുക 23 ദേശീയ അന്തർദേശീയ നാടകങ്ങൾ. ആദ്യം അരങ്ങിലെത്തിയത് ഡെൻമാർക്കിലെ അസ്റ്റീരിയൻസ് ഹസ് തിയേറ്ററുടെ റോമിയോ ആൻഡ് ജൂലിയറ്റ്. ഒരു നാടിന്റെ ഏറ്റവും വലിയ സമ്പത്താണ് കലാസമിതികളും ഗ്രന്ഥശാലകളുമെന്ന് ഡോക്ടർ RLV രാമകൃഷ്ണൻ. കലയ്ക്ക് ജാതിമത ലിംഗഭേദങ്ങളില്ല. കലാരംഗത്ത് ചരിത്ര മുഹൂർത്തങ്ങൾ സൃഷ്ടിക്കുന്ന കേരള കലാമണ്ഡലത്തിന്റെ ഭാഗമായി മാറിയതിൽ അഭിമാനമുണ്ടെന്നും RLV രാമകൃഷ്ണൻ. നാട് തൈപ്പൂയ ആഘോഷത്തിന്റെ ഒരുക്കത്തിൽ. ഷൊർണൂർ പരുത്തിപ്രയിൽ വിപുലമായ പരിപാടികളുമായി സുബ്രഹ്മണ്യ സേവാസംഘം. സേവാസംഘത്തിന്റെ പ്രസാദ ഊട്ടിൽ പങ്കെടുത്തത് 100 കണക്കിന് ഭക്തർ. തൈപ്പൂയം ഫെബ്രുവരി 1. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.